ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ചിക്കാഗോയിൽ ഈ ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് അടിപൊളി ഒരു പ്രോഗ്രാം കണ്ടന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതൊന്ന് കാണാനായിട്ട് വന്നത്. ഒരു പക്ഷേ എൻ്റെ ദൈവം ഇങ്ങോട്ടും അടുക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത്. കണ്ടില്ലേ എന്തോരം ക്യൂ ആണെന്നറിയാം. ഇത് ഏകദേശം ഒരു 12 മണി തൊട്ട് 5 മണി വരെ ആയിരുന്നു ഇവർ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഒരു 2 മണി 3 മണിക്കൊക്കെ മണിക്കൂറുകളോളം ക്യൂ കിടക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഭാഗ്യത്തിന് നമ്മൾ വഴി തെറ്റി എങ്ങാണ്ടൊക്കെ പോയി കറങ്ങി അടിച്ചൊക്കെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ക്യൂവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. വലിയ തിരക്കൊന്നുമില്ല. എന്നാൽ തന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന തിരക്ക് കണ്ടോ. ഇത് നമ്മുടെ ട്രംപിൻ്റെ ഒരു ഫാനാണ് കണ്ടോ. പുള്ളി വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ട്രംപ് അനുകൂലിയാന്ന് തോന്നുന്നു. ഇവിടെ ഇലക്ഷനൊക്കെ വരുവാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പോക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ നമ്മൾ വലിയ തിരക്കൊക്കെ കുറഞ്ഞിട്ട് നമ്മൾ വന്നപ്പം ഇവിടുത്തെ ഒരു അവസ്ഥ നോക്കി. ടേസ്റ്റ് ഓഫ് കേരള അതായത് എനിക്ക് നമ്മൾ വന്നേ പിന്നെ ആദ്യമായിട്ടാണ് നമ്മളൊരു ഇങ്ങനൊരു മലയാളി പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു സന്തോഷത്തിലാണ്. അതുകൊണ്ട് ഇവിടെ ഇതാന്ന് തോന്നുന്നു നമ്മൾ നടക്കുന്ന പരിപാടി. പക്ഷേ ഇതല്ല കേട്ടോ, ഇതിവിടുത്തെ ഗുജറാത്തുകാരുടെ ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ നമ്മുടെ പരിപാടി ഇതിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ പോയി വണ്ടി എടുത്ത് അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടിയായിട്ട് പോയി. അപ്പോൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്ഥലം. ഇതാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ഐശ്വര്യമായിട്ട് നമ്മുടെ ആ ഫുഡിൻ്റെ ഏരിയോട്ട് തന്നെയാണ് അങ്ങോട്ട് പോയത്. അവിടെ ഒരു വടംവലിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരെ ഫുഡിൻ്റെ അടുത്തോട്ടാണ് പോയത്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള റോയൽ മഹാരാജ, കൈരളി, അങ്ങനെ പല റെസ്റ്റോറൻറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം എല്ലാ കടകളും ഒരേ കുടക്കീഴിൽ കിട്ടുന്നൊരു സ്ഥലമായതുകൊണ്ട് അപ്പോൾ എല്ലാവരുടെയും ഫുഡ് നമുക്ക് ടേസ്റ്റ് ചെയ്യാനും പറ്റും. അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. അപ്പം സ്ഥലം അടിപൊളിയൊരു കമൻട്രി ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കേൾക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ 8 പേര് തയ്യാറായി നിൽക്കണം. ഇതിൽ സെക്കൻഡ് പ്രൈസ് കിട്ടുന്നവരുമായിട്ടൊരു ഇതിൽ നിന്ന് ഫെയിലാകുന്ന ആൾക്കാരുമായിട്ട് നിങ്ങളൊരു മത്സരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് കാണികളെയാണ് 8 പേര്. ഇവർ 6 പേരും. One Muslim here. So I'm looking for 6 more people, okay? വടംവലി കാണാം. ഇതിൽ ജയിക്കുന്ന ടീമിനും ഇത് കഴിഞ്ഞ സെക്കൻഡ് പ്രൈസിന് വേണ്ടി ജയിക്കുന്ന ടീമിനും കറി ലീഫിന്റെ വക ഫ്രീ ഫുഡ് ആയിരിക്കും അറിയിച്ചിട്ടുണ്ട്. ആ വലിക്കുന്ന 5 പേർക്ക് മാത്രം, അവരുടെ ഫാമിലിക്ക് ഇല്ല എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വലിക്കുന്ന 5 പേർക്ക് മാത്രം. അപ്പൊ റെഡിയാണോ? ഓക്കെ, ടേക്ക് ഇറ്റ് ഓഫ്, സെറ്റ്, റെഡി. വലിക്കുന്നുണ്ട്. ഒരു വെള്ള ടൈറ്റില്ല, ആരും വിടുന്നില്ല, ശ്വാസം പോലും വിടുന്നില്ല. കാണികൾ വട്ടം കൂടി നിൽക്കുമ്പോൾ ഗ്യാപ്പിട്ട് നിൽക്കണം. കാരണം വലിക്കുന്ന 5 പേർക്ക് ശ്വാസം വലിക്കാനുള്ള അവസരം കൊടുക്കണം. കാരണം ഇത്തവണ സെവൻസിന് എ ടീം തോറ്റു കഴിഞ്ഞാൽ ബി ടീം വെറുതെ നിസ്സാരമായി പ്രൈസ് കൊണ്ടുപോകും. അത് സമ്മതിക്കാൻ ഒരു കാരണവശാലും എ ടീമിന് താല്പര്യമില്ല. നമ്മുടെ ജോസുകൂട്ടനും സമിതിക്കായും നമ്മുടെ എല്ലാ ടീമുകളും ചങ്കുപൊട്ടി വലിക്കുകയാണ്. ഒരു കാരണവശാലും അടുത്തേന്ന് വിടില്ല എന്ന് തീർച്ച വെച്ച് വലിക്കുകയാണ് എ ടീമുകൾ. ബി ടീമുകൾ കഴിഞ്ഞ 2 തവണ എ ടീമിനെ പൊട്ടിച്ചു. ഇത്തവണയും അവരെ തോപ്പിച്ച് ഇനി 4ാമതൊരു മത്സരത്തിൽ അവസരമില്ലാതിരിക്കാൻ റാങ്ക് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വടത്തില് ഒരു മാലയിൽ കോർത്തിട്ട് മുത്തുമണികളെ പോലെ ഒരു വശത്തോട്ട് ചാഞ്ഞു കടന്നുകൊണ്ട് ഒരു വശത്തോട്ട് ചവിട്ടി കയറ്റി അമർന്ന കൊമ്പം പോലെ ചവിട്ടിക്കേറുകയാണ് അവര്. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കാട്ടുതീ കത്തിപ്പടർമ്പോൾ ഇരുകളെ ചവിട്ടി വധിച്ച് മുമ്പോട്ട് പോകുന്ന കൊമ്പം കണക്ക് വിജയം മാത്രം മുന്നിൽ കൊണ്ടുകൊണ്ട് മറിച്ച് പരാജയമാണെങ്കിൽ അത് മരണവല്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് മംഗളത്തിൽ ഇറങ്ങിയ ആരോം വിട്ടുന്ന ആരോമ ദേവന്മാർ ഞാൻ മാത്രം വലിക്കുന്നത് കൊണ്ട് കാര്യമില്ല. നിങ്ങളെല്ലാം കൂടി ഉണ്ടെങ്കിലേ വലിക്കുന്നവന്മാർക്ക് ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. വടം അനങ്ങുന്നില്ല, ഞാൻ മാത്രമേ അനങ്ങുന്നുള്ളൂ. ജനങ്ങൾ അനങ്ങുന്നില്ല, ഞാൻ മാത്രമേ അനങ്ങുന്നുള്ളൂ. ഇവിടെയുള്ള ഇത്രയും ഉത്സാഹങ്ങളിൽ നിന്ന് ഇല്ല, ഇപ്പോഴും പോയിട്ടില്ല. നിമിഷങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഇല്ല, ടീം എ വിജയിച്ചിരിക്കുന്നു. ടീം എ വിജയിച്ചിരിക്കുന്നു. ടീം എ വിജയിച്ചിരിക്കുന്നു. ടീം എ. അപ്പോൾ 2 പ്രാവശ്യം ടീം ബി ജയിച്ചിരിക്കുന്നു, 1 പ്രാവശ്യം ടീം എയും. അപ്പൊ ഇനി വലി
അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, അടിപൊളി കമൻട്രി ആയിരുന്നു കേട്ടോ, അടിപൊളി കമൻട്രി ആയിരുന്നു, ഒന്നും പറയാനുള്ള സൂപ്പർ കമൻട്രി ആയിരുന്നു. പക്ഷേ പിന്നെ എൻ്റെ ബാക്ക് സൈഡിലൊക്കെ പാട്ടാണ് നടക്കുന്നത്, അപ്പോൾ ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് വീണ്ടും ഞാനത് മ്യൂട്ട് ചെയ്ത് കളഞ്ഞത്. പക്ഷേ എന്തായാലും എനിക്ക് കമൻട്രി വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്തായാലും എൻ്റെ ഭാഗം മാഷെ നിങ്ങൾക്ക് അടിപൊളി ഒരു സല്യൂട്ട് കേട്ടോ. ഞാൻ അടിപൊളി കമൻട്രി ആയിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ ഒരു സൈഡിൽ വടംവലിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫുഡുകൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് വീണ്ടും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ദോശ, അപ്പം, ഇറച്ചി, പല ടൈപ്പുള്ള ഇറച്ചി കാര്യങ്ങൾ, ബിരിയാണി, പല ടൈപ്പുള്ള ബിരിയാണികൾ, പിന്നെ അതുപോലെ നമ്മുടെ നാടൻ ചായക്കട, പിന്നെ ജ്യൂസ് പാർലറുകൾ, ചായക്കടയ്ക്കകത്ത് ചായക്കടയിൽ നമുക്ക് പഴംപൊരി, പരിപ്പുവട, ഉഴുന്നുവട എല്ലാ ഐറ്റംസൊക്കെ കിട്ടുന്ന നാടൻ തട്ടുകടകൾ. എന്തായാലും സംഭവം ഒരു വെറൈറ്റി അനുഭവമായിരുന്നു കേട്ടോ. എന്തായാലും അതൊരു വെറൈറ്റി ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഇച്ചിരി ലേറ്റായിപ്പോയി. ഞാൻ ഈ സംഭവം ഞങ്ങൾ ഏകദേശം ഒരു 2 മണിയോടുകൂടാണ് ഇത് അറിയുന്നത്. അന്ന് 12 മണിക്ക് പക്ഷേ ഈ പ്രോഗ്രാം തുടങ്ങുകയും ചെയ്തു. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ചാടി ഓടി ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രയെങ്കിലും ഒന്ന് കവർ ചെയ്യാൻ പറ്റിയത്. ഇപ്പം ഏകദേശം എല്ലാം ഒതുങ്ങി. അപ്പം നമ്മൾ 2 ബിരിയാണിയൊക്കെ മേടിച്ചു. നമ്മൾ എന്തായാലും ചെന്നതല്ലേ, ബിരിയാണിയും കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു. അപ്പം ഏകദേശം ഇപ്പോൾ നിങ്ങൾ കാണിപ്രാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു. ഇതിന് മുന്നേ ഒത്തിരി കൾച്ചർ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലേറ്റായിട്ട് വന്നുകൊണ്ട് നമുക്ക് അതൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ചെറിയ വിഷമം അതുകൊണ്ട് ഈ ഒരു സാധനം കണ്ടോ, അടിപൊളിയല്ലേ ഈ ഒരു തട്ടുകട. നോക്കി ആ പഴയ കാലത്തെ ശീലാമയാന്ന് തോന്നുന്നു അല്ലേ, ആ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ചായ, പരിപ്പോട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെറൈറ്റി അല്ലേ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ അല്ലേ, നമ്മുടെ നാട്ടിനേക്കാളും എന്താഘോഷം, ഇപ്പോൾ ഓണം ആട്ടെ എന്താട്ടെ, നമ്മുടെ നാട്ടിൽ ആഘോഷിക്കാണ്ട് ഡബിൾ ആഘോഷമായിരിക്കും വെളിനാട്ടിൽ. അതിന് ഗൾഫായാലും ശരി, യൂറോപ്പായാലും ശരി, അമേരിക്ക ആയാലും ശരി, അത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ളവരെക്കാളും വെളിയിലുള്ള ആൾക്കാരാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. എനിക്കിരിക്കുന്ന സാധനം കണ്ടോ, സംഭവം കണ്ടു കഴിഞ്ഞാൽ ചെന്ന് എന്തോ ഗോൾഡിൻ്റെ പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ സംഭവം നമ്മുടെ സാധാ പ്ലേറ്റാണ് കേട്ടോ. പ്ലേറ്റിനകത്ത് അവർ ആ പെയിൻ്റ് അടിച്ചായിരിക്കാം, ഗോൾഡൻ പെയിൻ്റ് അടിച്ച് അവിടെ സെറ്റ് വെച്ചേക്കുന്നുണ്ട്. താഴെ ആ പ്ലേറ്റൊക്കെ കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ ഇച്ചിരി നേരത്തെ എത്തേണ്ടതായിരുന്നു. പക്ഷേ അതൊരു മിസ്സിങ് ആയിപ്പോയി. അപ്പോൾ ഇനിയും കുഴപ്പമില്ല, ഇനിയും ഇതുപോലെ പല പരിപാടികളും ഇവിടെ ഉണ്ടെന്ന് ഇങ്ങനെ അറിയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ അറിയുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അവിടെ എത്തുന്നതായിരിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് അത് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.